ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു വിഭവമാണ്. വളരെ ടേസ്റ്റാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നുറുക്ക് ഗോതമ്പ് 150 ml കപ്പിന് ഒരു 1.25 കപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. 1.25 കപ്പ്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് കുതിരാനാണെങ്കിൽ ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരമണിക്കൂറിനുള്ളിൽ നമുക്കത് കുതിർന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി പച്ചവെള്ളമാണ് ഒഴിക്കണമെങ്കിൽ, തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ ഒരു 2-3 മണിക്കൂർ വയ്ക്കേണ്ടി വരും. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് ഒരു ചട്ടി അടുപ്പയിലേക്ക് വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു സാമാന്യം മുഴുത്ത 3 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് ഇളക്കി നമുക്ക് സവോളയൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം. അതിനായിട്ട് അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റാണ്. നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഇങ്ങനെ പലതരത്തിലും ഉണ്ടാക്കി കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ അതിലൊരു ടേസ്റ്റ് വ്യത്യാസം വേണ്ടേ? ഉപ്പുമാവ് തന്നെ കഴിച്ചാൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാകുമോ? അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മളുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മളുടെ ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി ഒന്ന് മൂടി വയ്ക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അതുപോലെ മസാലയൊക്കെ തക്കാളിയിലൊന്ന് പിടിച്ച് കിട്ടണം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കി. നമ്മളുടെ മസാലകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതി. ഡ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു.
ഇപ്പം നമ്മുടെ മസാലയിലെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് റെഡിയായി. ഇനി അത് നമുക്കവിടെ മൂടി വയ്ക്കാം, ഒന്ന് ആറി വരട്ടെ. അതിനായിട്ട് നമുക്കവിടെ വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മൾ കുതിർത്താൻ സോഫ്റ്റ് ആകാനായിട്ട് കുതിർത്ത് വെച്ച് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകി ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തു. അതിലേക്ക് ഞാൻ 150 ml കപ്പിന് 1 കപ്പ് തേങ്ങ ചുരുണ്ടിയതും കൂടി ഇട്ട് കൊടുത്തു. തേങ്ങ നമ്മൾ എന്തിനാണെങ്കിലും തേങ്ങ എത്രയോ കൂട്ടാവോ അത്രയും ടേസ്റ്റ് കൂടും അല്ലേ. ഇപ്പം ഞാൻ എടുത്ത പാത്രം ഇത്തിരി ചെറുതായിപ്പോയി. സ്പൂൺ കൊണ്ട് കുഴയ്ക്കുന്ന അത്ര ആ തേങ്ങ എല്ലായിടത്തേക്കും ഒന്ന് ചെല്ലണമല്ലോ. അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചു. നുറുക്ക് ഗോതമ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ തേങ്ങ ഒന്ന് ചെല്ലണം. അങ്ങനെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഗോതമ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അരമണിക്കൂർ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചപ്പോൾ തന്നെ നമ്മുടെ ഗോതമ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി. ഞാൻ ഇഡ്ഡലിയുടെ തട്ടിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഡ്ഡലി പാത്രം ഞാൻ ഓൾറെഡി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. ആ നേരം കൊണ്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒരു സ്വല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. നമുക്ക് അതിനകത്ത് വയ്ക്കുമ്പോൾ നമ്മളുടെ നുറുക്ക് ഗോതമ്പ് ഒന്ന് അതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തൂത്ത് കൊടുത്തു. ഞാനിപ്പോൾ ഒരു 150 ml ആ ഒരു കപ്പാണ് ഇതിന് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു ഇച്ചിരി എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തു. ഇതുപോലെ ചെറിയൊരു കുഴിയൻ പാത്രം ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ചെറിയ കപ്പ് ഉണ്ടെങ്കിലോ ചെറിയ ഗ്ലാസ് ഉണ്ടെങ്കിലോ നിങ്ങൾ എടുക്കുക. അതിലേക്ക് ഒരു 2.5 സ്പൂണ് 3 സ്പൂണോളം നുറുക്ക് ഗോതമ്പ് അങ്ങോട്ട് വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തു. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. കാണുമ്പോൾ കുട്ടികൾക്കൊന്ന് ഇഷ്ടപ്പെടണമല്ലോ. അതൊന്ന് അമർത്തി കൊടുത്തിട്ട് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. കഴിക്കാത്ത പലഹാരങ്ങളൊക്കെ അവർ കഴിച്ചോളും. ആ മസാല അതിനകത്തേക്ക് ഒരു സ്പൂണോളം 1.5 സ്പൂണോളം വെച്ച് കൊടുത്ത് കഴിഞ്ഞൊന്ന് ചെറുതായിട്ടൊന്ന് അമർത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ആ നുറുക്ക് ഗോതമ്പും തേങ്ങയും കൊണ്ട് കുഴച്ച് വെച്ചിരിക്കുന്ന ആ മിശ്രിതം നമ്മൾ വെച്ച് കൊടുത്തു. എന്നിട്ടൊന്ന് പതുക്കെ ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് പതുക്കെ ഒന്ന് അമർത്തി എടുക്കുക. കണ്ടോ, ഇതുപോലെ. ഇനി നമ്മൾക്കത് നമ്മളുടെ ആ പാത്രത്തിൻ്റെ ആ തട്ടിലേക്ക് പതുക്കെ ഒന്ന് കമത്തി കൊടുക്കാം. ഉണ്ടോ, ഈ ഒരു ഷേപ്പ് വന്നില്ലേ? ആ ഒരു ഷേപ്പിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. അടുത്തത് അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മസാല കൂട്ടും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ കൂട്ട് അതും ഇട്ട് കൊടുത്തു. വളരെ എളുപ്പമാണ് അല്ലേ, പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. അതും ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ചു, ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തു. അത് നമ്മൾക്ക്
ആ തട്ടിലേക്ക്, അതിൻ്റെ അടുത്ത കുഴിയിലേക്ക് നമുക്കതൊന്ന് പതുക്കെ ഒന്ന് നമുക്ക് പതുക്കെ പൊക്കിയെടുക്കാം. ഉണ്ടോ? കൂടുതൽ നമ്മൾ അമർത്തുവാണെങ്കിൽ അത് പൊട്ടിപ്പോകും. അത് പൊട്ടിപ്പോയാൽ നമ്മുടെ ഷേപ്പ് പോകും അല്ലേ? അതുപോലെ മൂന്നാമത്തതും വെച്ചു ഞാൻ. പിന്നെ നാലാമത്തതും കൂടി ഞാനത് അങ്ങ് ആ കുഴിയിലേക്ക് വയ്ക്കുകയാണ്. കണ്ടോ? നല്ലൊരു ഭംഗിയില്ലേ? നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ ആ മസാലയും ഒക്കെ കൂടി. അപ്പോൾ ഞാൻ നമ്മളുടെ ഇഡലി പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ ആ തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തു. എന്നിട്ട് അതൊന്ന് മൂടി ഒരു അരമണിക്കൂർ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ? ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? നമ്മളുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള വിഭവം ഇവിടെ റെഡിയായി. കണ്ടോ? വളരെ ഭംഗിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. നമ്മളത് കഴിക്കുമ്പോൾ ആ നുറുക്ക് ഗോതമ്പിൻ്റെ ആ ടേസ്റ്റും അതുപോലെ തന്നെ ആ മസാലയുടെ ടേസ്റ്റും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്